ബ്ലൗസിന് മാത്രമല്ല കുർത്തക്കൊക്കെ നല്ല ഭംഗിയാണ് ഈ മധുബാല നെക്ക് കണ്ടില്ലേ. നേരത്തെ നമ്മളൊരു ബ്ലൗസിന് മധുബാല നെക്ക് കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വിചാരിച്ച് ഈ കുർത്തയ്ക്ക് ഒരു മധുബാല നെക്ക് ചെയ്യണമെന്ന്. പക്ഷെ നല്ല കംഫർട്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ലെങ്തൊക്കെ കൊടുത്തുകൊണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് മധുബാല നെക്ക് കുർത്തയ്ക്കും ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിലെന്ന് കൊടുക്കുന്ന ഈ ഒരു കെട്ടുണ്ടല്ലോ, അത് ബാക്കിലാണ് നമുക്ക് ഈ കെട്ട് കൊടുക്കുന്നത്. നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. ഈ ക്ലോത്ത് ലെങ്ത് ഭാഗത്ത് കുറച്ച് കുറവായതുകൊണ്ട് ഞാനിവിടെ ഞൊറിവൊക്കെ കൊടുത്താണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ കുർത്തയ്ക്ക് ചേരുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. സാധാ അംബ്രല്ല കുർത്തയ്ക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു ഫ്രില്ല് ഞാൻ ചെറുതായിട്ട് ഇതിന് കൊടുത്തതേ ഉള്ളൂ. ഇത് സ്ലിറ്റുള്ള കുർത്തയല്ലേ. ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഈ ക്ലോത്ത് ലെങ്ത് ഭാഗത്തുനിന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് നാലായിട്ട് ഫോൾഡ് ചെയ്തിടണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഡിസൈൻ ഇങ്ങനെ തിരിഞ്ഞു വരും ബാക്ക് പാർട്ടിന്. അപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, ഈ പ്രിൻ്റാണ്. ഈ പ്രിൻ്റ് നോക്കി തന്നെ നമ്മൾ ആദ്യം ക്ലോത്ത് കട്ട് ചെയ്ത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തിടണം. അപ്പം ഞാനിങ്ങനെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അത് കഴിഞ്ഞ് ഈ ഡിസൈനിനനുസരിച്ച് ഒരു പാർട്ട് തിരിച്ചിട്ട് കൊടുത്ത് ഇനി നമുക്ക് എത്രയാണോ നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടത് ആ അളവിനനുസരിച്ചാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനുള്ളത്. കണ്ടത് കാരണം നമുക്ക് സ്ലീവൊക്കെ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോകാനുള്ളത് കൊണ്ട് നമുക്ക് വേണ്ട ക്ലോത്ത് മാത്രം ഈ സൈഡിൽ നിന്ന് മടക്കിയിട്ടാൽ മതി. ഞാനിപ്പോൾ ചെസ്റ്റ് ലൈൻ ടോട്ടൽ 40 നാലായിട്ട് മടക്കിയിടുമ്പോൾ 10 ഇഞ്ച്, ഒരു 2 ഇഞ്ച് ലൂസ് കൂടെ കൊടുത്ത് 12 ഇഞ്ചാണ് ഈ ഫോൾഡ് ചെയ്തിടുന്നത്. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും രണ്ടും ഇതുപോലെ ഇട്ട് കറക്റ്റ് 12 ഇഞ്ച് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച ശേഷം ടോട്ടൽ ലെങ്ത് എനിക്കൊരു 43 വേണം. ഇതൊരു 40 41 ഉള്ളൂ ലെങ്ത്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫുൾ ലെങ്തും കൊടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ബാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ സൈഡിൽ നിന്ന് നമുക്ക് ബാലൻസ് കിട്ടുമല്ലോ. സ്ലീവ് പോയിട്ട് വരുന്ന പാർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആ ടൈം ആകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഷോൾഡർ ഭാഗം 7 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് ഈ മാർക്ക് ചെയ്ത സെയിം തന്നെയാണ് ആം ഹോളും 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെസ്റ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 10 ഇഞ്ച് ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് ചെസ്റ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുവാണേ. മിഡ് വേസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഈ ഷോൾഡർ ഭാഗത്തു നിന്ന് ഒരു 14 ഇഞ്ച് താഴ്ത്തി ഇവിടെ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. സീം അലൗൺസ് ലാസ്റ്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ടിന് വേണ്ടി മേളിൽ നിന്ന് ഒരു 21 ഇഞ്ച് താഴ്ത്തി ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം 10 ഇഞ്ചാണ് ഞാൻ ഹിപ്പിൻ്റെ വണ്ണം കൊടുക്കുന്നത്. അതും ഇതുപോലെ ഒന്ന് ലൈൻ കൊടുത്ത് വിടുവാണ്. സീം അലൗൺസിന് വേണ്ടിയിട്ട് ഈ ഓരോ പോയിന്റിലൊന്നും 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 1.5 ഇഞ്ച്, 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത മിഡ് വേസ്റ്റിൽ നിന്ന് 1.5 ഇഞ്ച്, ഹിപ്പ് ഏരിയയിലൊന്നും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഹിപ്പ് ഏരിയയ്ക്ക് നമുക്ക് 1 ഇഞ്ച് മതി. ഞാനത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ബോഡി പാർട്ടൊന്നിങ്ങനെ യോജിപ്പിച്ച് വരച്ച് കൊടുക്കുവാണ്. ബോഡിയുടെ മെഷർമെൻറ്റും അതുപോലെ സീം അലൗൺസുകളും തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമ്മൾ ആം ഹോൾ വളച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ആം ഹോളൊന്ന് വളച്ചു കൊടുക്കാനുണ്ട്. ഫ്രഞ്ച് കർവ് വെച്ചാണ് ഞാനിവിടെ ആം ഹോൾ വളച്ചു കൊടുക്കുന്നത്. ഫ്രഞ്ച് കർവ് വെച്ച് നമ്മൾ വളച്ചു കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടും കേട്ടോ. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ആ പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഒരു റൗണ്ട് കൊടുത്താൽ മതി. എളുപ്പത്തിന് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം, കറക്റ്റ് ഷേപ്പും കിട്ടും. ഇനി അങ്ങനെ ഫ്രഞ്ച് കർവ് ഇല്ല എങ്കിൽ നമുക്കിതാ ഇഞ്ചി ടേപ്പ് വെച്ച് ഈ കോണിലൊന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഈ 10 ഇഞ്ചിൻ്റെ ഏരിയയിലൊന്നും ഈ ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി ഭാഗത്തു നിന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി ഇതാ ഹിപ്പ് ഏരിയയുടെ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് കൊടുക്കുന്നില്ല, 1 ഇഞ്ച് മതി. നമുക്കിവിടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണമല്ലോ ഈ സൈഡ് ഭാഗം, അതിന് 1 ഇഞ്ച് മതി. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ഒന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം.
അത് കഴിഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. ഈ വരച്ചു കൊടുത്തതിൻ്റെ പുറത്തൂടെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് ഷേപ്പിന് ആം ഹോളും ദൈ വളച്ച പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതാ ഒരു പാർട്ട് മാറ്റി ബാക്ക് നെക്ക് ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ബാക്ക് നെക്കിന് വൈഡ് ഒരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മധുപാല നെക്കാണല്ലോ, അതുകൊണ്ട് വൈഡ് ഞാനൊരു 3.5 ഇഞ്ച് കൊടുത്ത് ലെങ്ത് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് സ്ക്വയറാക്കി വളച്ച് റൗണ്ടാക്കി കൊടുക്കുവാണ്. മധുപാല നെക്ക് ആയതുകൊണ്ടാണ് വൈഡ് ഒരു 3.5 ഇഞ്ച് കൊടുത്തത്. കാരണം മധുപാല നെക്കിന് അത്യാവശ്യം വൈഡ് വേണം, എന്നാലേ നല്ല ഭംഗിയുള്ളൂ. വൈഡ് കൊടുക്കുന്നതുകൊണ്ട് ബാക്ക് ഡീപ്പ് ഞാനിപ്പോൾ 5 കൊടുത്തിട്ടുള്ളൂ. ആ കണക്കിനൊന്ന് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്കിനും വൈഡ് നമുക്ക് 3 ഇഞ്ച് കൊടുക്കാം. 4 ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വൈഡ് കൊടുക്കാം. എനിക്ക് ഒത്തിരി വൈഡായി പോയാൽ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ 3.5 ഇഞ്ച് കൊടുക്കുന്നത്. പക്ഷെ കറക്റ്റ് ഫിറ്റാണ്. ഈ 3.5 ഇഞ്ച് കൊടുത്തിട്ട് ലെങ്ത് ഒരു 7 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടാണ് ഞാനിന്ന് അതുപോലെ നെക്ക് ചെയ്യുന്നത് കേട്ടോ. ലെങ്ത് ഒരു 7 ഇഞ്ച് കൊടുത്തതായി ഇവിടെയും 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഫസ്റ്റ് ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കണം. ഇതിപ്പോൾ സാധാരണ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സിമ്പിളായിട്ടാണ്, സ്റ്റിഫൊന്നും വയ്ക്കാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ. കഴിഞ്ഞ തവണ ബ്ലൗസിൻ്റെ നെക്ക് ചെയ്തപ്പോൾ സ്റ്റിഫൊക്കെ വെച്ച് സ്റ്റിഫിൽ മാർക്ക് ചെയ്തിട്ടാണ് ചെയ്തെടുത്തത്. ഇപ്പോൾ സ്റ്റിഫ് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ കൊടുക്കുന്നത്. ഇതാ 2 ഇഞ്ച് നെക്കിൻ്റെ വൈഡിലൊന്ന് 2 ഇഞ്ച് ഒന്ന് മാറ്റി ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടോ. ഇനി നമുക്കിവിടെ ബാലൻസ് ഒരു 1.5 ഇഞ്ചുണ്ട്. ടോട്ടൽ 3.5 ഇഞ്ചാണല്ലോ കൊടുത്ത്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞൊരു 1.5 ഇഞ്ച് കൂടെ നമുക്കിവിടെ ഉണ്ട്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് മേളിലോട്ട് ഒരു 2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ലൈൻ കൊടുത്ത് വിടുവാണ്. 2 ഇഞ്ചാണ് ഈ മേളിലോട്ട് വരച്ചിരിക്കുന്നത്. ഇനി ഇതാ ഈ കോണിലൊന്ന് ചരിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഈ 2 ഇഞ്ച് മേളിലോട്ട് വരച്ച ലൈനാണ് ദാ ഇതുപോലൊന്ന് ചരിച്ച് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കോണിലൊന്ന് ഒരു 1/2 ഇഞ്ച് മേളിലോട്ട് കയറ്റിയാണ് ഞാനിനി മാർക്ക് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി 3.5 ഇഞ്ച് വൈഡ് കൊടുത്തല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ച് മേളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ നിർബന്ധമല്ല, ഈ 1/2 ഇഞ്ച് മേളിൽ മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമല്ല. ഇവിടെ ചോദിച്ചു തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് വിടാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഈ കോണിലൊന്ന് കയറി വരാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി കണ്ടോ. ഒന്ന് ജസ്റ്റ് വളച്ചു കൊടുക്കുന്നുണ്ട്. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിന്റിലോട്ടാണ് ഒന്ന് വളച്ച് ചെറുതായിട്ടൊന്ന് വളച്ചാണ് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ കോണിലോട്ട് വളച്ച് വിടാം. അപ്പോഴത്തേക്ക് ഒത്തിരി സ്ക്വയർ ആയിപ്പോന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ 1/2 ഇഞ്ച് മേളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. നമുക്ക് ഈ മധുപാല നെക്ക് അതേ കണക്കിനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്തെടുത്ത് നമുക്ക് നോർമൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്താൽ മതി. സ്റ്റിഫ് വയ്ക്കാതെയും സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ സ്റ്റിഫ് കൊടുക്കുന്നില്ല. സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് 2 ഡോരി കൂടെ വേണമെന്നേ ഉള്ളൂ. 2 ഡോരി സാധാ ക്രോസ് വെട്ടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് ഇതാ ലെങ്ത് ഭാഗത്തു നിന്നാണ് ഞാൻ മടക്കുന്നത്. കാരണം ഞാൻ ഈ ഡിസൈൻ ഇങ്ങനെ മുകളിലോട്ട് വരാൻ പാകത്തിനാണ്. ലെങ്ത് ഭാഗത്തു നിന്നാണ്, ചരിക്കുന്നില്ല. ലെങ്ത് ഭാഗത്തുനിന്ന് തന്നെ 2ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 10 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ ലെങ്ത്. അപ്പോൾ 12 ഇഞ്ചിലാണ് ഞാൻ. ലെങ്ത് ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യണം, ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്യണം. അപ്പോൾ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. എൽബോ സ്ലീവ് ആയതുകൊണ്ടാണ് ഞാൻ ഈ 12 ഇഞ്ചിന് കട്ട് ചെയ്തെടുക്കുന്നത്. 9 ഇഞ്ച് വീതിയിൽ അതും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതാ ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഇനി ഈ മേൽഭാഗത്ത് നിന്ന് 1 ഇഞ്ച് താഴ്ത്തി, എളുപ്പത്തിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ഇഞ്ച് താഴ്ത്തി അവിടെ നിന്ന് ഇങ്ങനെ ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടോട്ടൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ ഹാഫ് ചരിച്ച് വരയ്ക്കുമ്പോൾ 9 കിട്ടി. ഞാനിപ്പോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ഒന്ന് നമുക്ക് 1/2 ഇഞ്ച് വെച്ച് ഇപ്പുറത്തും അപ്പുറത്തും
ഇതാ ഇങ്ങനെ വളച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രഞ്ച് കർവ് വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് നോർമലായിട്ടല്ലാതെ കൈകൊണ്ട് വരച്ചു കൊടുത്താലും മതി. കണ്ടതോ ഇങ്ങനെ ഒന്ന് അറേഞ്ച് വെച്ച്. ഇത് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഇതുപോലെ നമുക്ക് എളുപ്പത്തിന് വളച്ചതുപോലെ ഒന്ന് ഷേപ്പ് കൊടുത്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് കൈവണ്ണം എത്ര വേണോ ആ കണക്കിന് കൈവണ്ണവും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതായി ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്ലീവ് റെഡിയാവും. ഫ്രണ്ട് ആം ഹോൾ കൂടെ ഒന്ന് കുഴിച്ചു കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ സ്ലീവ് രണ്ടും കണ്ട ഇങ്ങനെ ഇട്ട് നല്ല വശങ്ങൾ തമ്മിൽ അകത്താക്കിയിട്ട് ഒരുമിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ സൈഡിലൊന്ന് ഒരു അരയിഞ്ച് ഇവിടെയും ഒന്ന് കുഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ചു കൊടുത്തില്ല കേട്ടോ. ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളും ഇവിടെ 10 ഇഞ്ചാണല്ലോ. അവിടെ നിന്ന് ജസ്റ്റ് ഈ ഫ്രഞ്ച് കർവ് ഇങ്ങനെ വെച്ച് ഒരു അരയിഞ്ച് വളച്ച് വരച്ചു കൊടുത്താൽ മതി. അതല്ല എങ്കിൽ അരയിഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് അതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ഒരേ ലെവലിൽ മടക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രണ്ട് പാർട്ട് ഇതൊന്ന് കുഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ 2 ഡോറ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ട് പാർട്ടിനെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് നമുക്ക് ഡോരി ഈ 2 കോണുണ്ടല്ലോ, ഈ കോണിലാണ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കാനുള്ളത്. സിമ്പിളായിട്ട് സാധാ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടൊന്ന് മറിച്ചെടുത്താൽ മതി. മറിച്ചെടുക്കുമ്പോൾ കണ്ടോ ഡോരി അങ്ങ് മേളിലോട്ട് ഇങ്ങനെ മറിഞ്ഞു വരും. നെക്കിന് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ നെക്കിനെക്കാളും ഒരു 2 ഇഞ്ച് വീതിയിലും നീളത്തിലുള്ള ഒരു സ്ക്വയർ പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് 3 സൈഡ് ഒന്ന് അരയിഞ്ച് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ മറിച്ചിട്ട് നല്ല വശത്ത് നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തിനെ നല്ല വശം അകത്താക്കിക്കൊണ്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. സാധാരണ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാനിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഡോരി ഉണ്ടല്ലോ, ഈ ഡോരി നമുക്ക് സ്റ്റിച്ച് ചെയ്യും മുന്നേ തന്നെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ഇട്ട് ഈ വി ഉണ്ടല്ലോ, വി പോലെ നിൽക്കുന്ന ഇത് ഈ ഷാർപ്പായിട്ട് നിൽക്കുന്ന അവിടോട്ട് കറക്റ്റായിട്ട് ഈ ഡോരി പുറത്തിങ്ങനെ നിൽക്കണം. കണ്ടില്ലേ, ഇത് കൂടെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് നല്ല നെക്കായിട്ട് കിട്ടും. ഇവിടെ വെച്ചിട്ട് ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. കറക്റ്റായിട്ട് ഈ നെക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് ഫുള്ളൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഈ ഡോരി ഇരിക്കുന്ന പാർട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് കറക്റ്റ് പിടിച്ച് വെച്ച് ഇവിടെ ഒന്ന് പിൻ ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ പിന്ന് റിമൂവ് ചെയ്ത് കൊടുത്ത് ആ ഡോരി കൂടെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഡോരി ഇപ്പോൾ താഴോട്ടാണല്ലോ നമ്മളിങ്ങനെ വിട്ടേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മേളിലോട്ട് വെച്ചിട്ടാണ് ഈ ഷാർപ്പായിട്ടുള്ള അവിടെ നമ്മൾ ഡോരിയും കൂടെ പിടിച്ച് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് റൗണ്ട് ചെയ്ത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സാധാരണ നെക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കണ്ടത് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വന്ന് നീഡിലൊന്ന് ഇറക്കി വെച്ച ശേഷം ഇതുപോലെ ഒന്ന് ടേൺ ചെയ്ത് ആ വി ഷേപ്പിന് ആ ഡോരി അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ നല്ല പോലെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂറാക്കി വെക്കണം. ഇതേ കണക്ക് തന്നെ ഇപ്പുറത്തെ സൈഡും കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ആ സൈഡ് കൂടെ അടിച്ചിങ്ങ് പോന്നാൽ മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഡോരിയുടെ ഭാഗത്ത് നല്ലപോലെ സ്റ്റിച്ച് വീഴണം കേട്ടോ. അത്രയും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ സാധാരണ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതിനകത്തിരിക്കുന്ന ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. കണ്ടത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതാ സാധാ ചെയ്യുന്ന പോലെ ഇതിനകത്തുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഷേപ്പിന് തന്നെ കട്ട് ചെയ്യണം. ഈ കോണൊക്കെ എത്തുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. സ്റ്റിച്ചിൽ പെടാതെ കറക്റ്റ് ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ ഈ കോണിലൊന്ന് കറക്റ്റായിട്ടൊന്ന് കട്ടൊക്കെ കൊടുക്കണം. ആ സ്റ്റിച്ചിൽ പെടാതെ തന്നെ ഒരു കട്ട് കൊടുത്ത് തിരിച്ചിടുമ്പോൾ ഫിനിഷിംഗ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ
ഈ ഡോരി ഉണ്ടല്ലോ, 2 ഡോരി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ അത് തന്നെ ഇങ്ങനെ തിരിഞ്ഞോളും. കണ്ടില്ലേ, 2 സൈഡിലുള്ള ഡോരി വലിച്ചെടുക്കുമ്പോൾ നമുക്കല്ലാതെ ഇങ്ങനെ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് അത് തിരിഞ്ഞ് ബാക്കി സൈഡിലുള്ള ക്ലോത്ത് കൂടെ അകത്തോട്ടാക്കി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടി. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ മധുബാല നെക്ക് സിമ്പിളായിട്ട് ചെയ്തെടുത്ത്. കണ്ടില്ലേ, സ്റ്റിഫ് വെച്ചില്ല എങ്കിൽ കൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടി. കണ്ടോ, നമുക്ക് എളുപ്പത്തിന് തന്നെ ഇത് ചെയ്തെടുക്കുക. ഇനി സാധാ ചെയ്യുന്ന പോലെ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ തന്നെ ബാക്ക് നെക്കും അതുപോലെ ഒരു ക്ലോത്ത് വെച്ച് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കണം. ഈ ബാക്ക് പാർട്ടിൻ്റെ അടിച്ച് മറിച്ചെടുത്ത ക്ലോത്തിനകവശത്ത് ഈ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ ആക്കി ഈ ക്ലോത്ത് ഒന്ന് ഇങ്ങനെ തിരിച്ച് വെച്ച് 2 സൈഡും ഷോൾഡർ ഒന്ന് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. അതും കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, ഡോരി ഇങ്ങനെ മേളിലോട്ടിടുമ്പം ബാക്ക് നെക്ക് നമുക്ക് റൗണ്ടാണ്. എത്ര ഫിനിഷിംഗ് ആയിട്ടിരിക്കുന്നതെന്ന് കണ്ടില്ലേ. ഇനി നമുക്ക് സ്ലീവ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ എൻഡ് ഭാഗം 1 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഒരു അര ഇഞ്ച് വെച്ചൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് അതിനുശേഷം ഷോൾഡറുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം കണ്ടത് എങ്ങനെ കിട്ടും. ഇനി നമുക്ക് ബോഡി കൂടെ സെറ്റ് ചെയ്തെടുക്കണം. 2 സൈഡും മാർക്ക് ചെയ്ത് വച്ചിരിക്കുന്ന കണക്കിന് ബോഡിയും കൂടെ സെറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇതിലൊന്ന് ലെങ്ത് കുറവാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കണ്ടോ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. സ്ലീവ് കട്ട് ചെയ്തെടുത്ത് പോയിട്ട് ബാക്കി പാർട്ടാണ് ഈ കട്ട് ചെയ്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗേദേഴ്സ് ഇട്ട് കൊടുത്ത് ലെങ്ത് ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഓപ്പൺ കൂടെ സൈഡ് സ്ലിറ്റ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ കിട്ടി. ഇത് സ്ലിറ്റുള്ള ടോപ്പിന് ഈ ഒരു ഗേദേഴ്സ് നല്ലതാണോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.